പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ +2 സ്കോറിൽ റിവാലുവേഷൻ വഴിയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വഴിയോ വർധനവ് ലഭിച്ചവരായിട്ടുണ്ട്. അത്തരത്തിൽ സ്കോർ വർധനവ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികളും കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുന്നുണ്ട്. അവരുടെ കൂടിയ സ്കോർ ഇൻഡെക്സിലേക്ക് പരിഗണിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 14/7/2024 വരെയാണ് അതിനുള്ള അവസരമുള്ളത്. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റും അതുപോലെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അറിയാൻ വേണ്ടി സാധിക്കുക. അതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വഴിയോ അതുപോലെ തന്നെ റിവാലുവേഷൻ വഴിയോ സ്കോർ വർധനവ് വന്ന വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ എത്തുന്ന ഈ ഒരു പേജിൽ ഏറ്റവും ഇടതുവശത്ത് മുകളിലായിട്ട് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് താഴെ ആക്സെപ്റ്റഡ് ഡാറ്റ എന്നൊരു ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ലോഡഡ് ഡോക്യുമെൻറ്റ് എന്നൊരു ലിങ്ക് കൂടി വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു പേജിൽ കാണുന്ന ചൂസ് ഫയൽ എന്ന ലിങ്ക് വഴി നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഉള്ള പുതിയ സ്കോർ അടങ്ങിയിട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ PDF ഫയൽ അപ്ലോഡ് സെലക്ട് ചെയ്ത് നൽകി പിന്നെ താഴെ കാണുന്ന ഗ്രീൻ കളറിലുള്ള അപ്ലോഡ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നീട് നിങ്ങൾ ഹോം പേജിലേക്ക് തന്നെ വന്നാൽ മാർക്ക് ലിസ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്ത ഇതിൻ്റെ നേരെ കാണിക്കുന്ന ലിങ്കിൻ്റെ തൊട്ടടുത്തായി അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് അത് തന്നെയാണോ ശരിയാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഈ വർഷത്തെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ അതുപോലെ തന്നെ മറ്റു BSc നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി എല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനും ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.